ഒരു വർഷം മുന്നേ വലിയ കാര്യത്തിൽ ടാങ്കിൽ കൊണ്ടുവന്ന് ഇവനെയൊക്കെ അങ്ങ് ഇട്ടായിരുന്നു. പക്ഷെ എന്തു പറയാൻ, ഒരു 6-7 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ടാങ്കിൽ ചെറിയ ലീക്ക് കാണാൻ തുടങ്ങി. കുറച്ച് സങ്കടമൊക്കെ ആയി. ഈ ടാങ്കിൽ നിന്ന് എല്ലാ മീനെയും മാറ്റാനായിട്ട് ശ്രദ്ധിച്ചപ്പോൾ അത് മാറ്റാനുള്ള വേറൊരു ടാങ്ക് ഓൾട്ടർനേറ്റ് ഇതിൻ്റെ ഓപ്ഷനോ നമ്മുടെ കയ്യിലില്ല. എന്നാൽ പിന്നെ ടാങ്കിലുള്ള വലിയ മീനുകളെയൊക്കെ അങ്ങ് പിടിച്ച് കടിച്ചേക്കാമെന്ന് ഓർത്തു. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ സക്കറിനെ കണ്ടത്. സക്കർ ഭയങ്കര വലിയതായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ഗൗരാമിയുടെ ഏറ്റവും വലിയതായിട്ടുള്ള 2 എണ്ണത്തിനെ അങ്ങ് പിടിച്ചപ്പോൾ കുറച്ച് സങ്കടമൊക്കെ ആയി. കാരണം ഒരു 5-6 കൊല്ലത്തേക്ക് ഇരിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് അതിലിട്ടത്. പക്ഷെ എന്നാലും ഒരു 9 മാസം ആയപ്പോഴത്തേക്ക് പിടിക്കേണ്ട അവസ്ഥ വന്നല്ലോ. അങ്ങനെ സക്കറിനെയൊക്കെ പിടിച്ച് അതേപോലെ ഗൗരാമീനെയും പിടിച്ച് ആ ഗൗരാമീനെ നമ്മൾ കട്ട് ചെയ്ത് നല്ല സൂപ്പറായിട്ട് മസാലയൊക്കെ പുരട്ടി ഫ്രൈ ചെയ്യാനും അതേപോലെ തന്നെ കറി വെക്കാനുള്ള സെറ്റപ്പിലൊക്കെ കട്ട് ചെയ്ത് നല്ല മുളകിട്ട മീൻ കറിയും അതേപോലെ നല്ല അടിപൊളി ഫ്രൈയും വെച്ച് കഴിച്ചു.